ജാബിർ ഉസ്താദ് അവറുകൾ, മറ്റു പ്രിയപ്പെട്ട ഉസ്താദുമാർ, ഹൃദയധന്യരായ നാട്ടുകാർ, ഉമ്മപെങ്ങന്മാർ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മഹനീയരായ ഒരു വ്യക്തിത്വത്തെ പരാമർശിക്കാനാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. ഇത് നമ്മുടെ മീസാനിൽ കാനമുള്ള അമലായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. മഹത്തുക്കളെ അനുസ്മരിക്കുന്നത് മൂലം അവസാനം നന്നായി മരിക്കാൻ കാരണമാകുമെന്ന് മഹത്തുക്കൾ പറയുന്നുണ്ട്. അവരുടെ ആ ഒരു രീതിയിലുള്ള മരണം റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്ഹാബുൽ കഹ്ഫിൻ്റെ നായ മഹത്തുക്കളെ സ്നേഹിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടതുപോലെ നമുക്കും രക്ഷപ്പെടാൻ ഈ വേദി ഒരു തൗഫീഖായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. മഹാനായ കമ്മ മുസ്ലിയാർ വഫാത്തായി 62 വർഷം പിന്നിടുകയാണ്. ഈ ഒരു കാലയളവിൽ മഹാനവറുകളെ അനുസ്മരിക്കുമ്പോൾ പ്രധാനമായും നമുക്ക് അവരുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മുടെ ഈ നാട്ടിൽ 30 വർഷത്തിലേറെ കാലം ദീനീ ഖിദ്മയിൽ നിറഞ്ഞു നിന്നും. ദീനീ ഖിദ്മ എന്ന് പറഞ്ഞാൽ ഫൈനൽ ഇഷ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വാഅത്ത് വഔലാ മാ ഉൻഫിഖത ഫീഹി നഫായിസ് ലൗഖാത്ത്. ഒരു മനുഷ്യൻ അവൻ്റെ സമയം വിനിയോഗിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലാർഹമായ ഒരു കർമ്മമാണ് വിജ്ഞാനം പഠിക്കുക, അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. അഥവാ തഅല്ലുമുൽ ബാബി മിൻ ഇൽമിൻ ലഹു ഫളലുൻ അലാ മിഅത്തി റുകൈഅത്തി നാഫില. ഒരു ഇച്ചിരി സമയം ഇൽമിന് വേണ്ടി പഠിപ്പിക്കാനോ അള്ളാഹുവിനെ ഓർത്ത് ഇൽമ് പഠിപ്പിക്കാനോ ഒരു ഇച്ചിരി സമയം കണ്ടെത്തിയാൽ 100 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചതിലേറെ പ്രതിഫലമുണ്ട് എന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ജീവിതം 30 വർഷക്കാലം നമ്മുടെ ഈ മണ്ണിൽ ജീവിച്ചു പോയ അനുഗ്രഹീതമായ ഒരു വ്യക്തിത്വത്തെ നമ്മൾ പരാമർശിക്കുന്നത് അവരുടെ ഉന്നതിക്ക് വേണ്ടിയല്ല, നമ്മുടെ ആഗ്രഹം നന്നാവാനാണ് എന്നുള്ള ഒരു നിയ്യത്ത് വെച്ചാണ് എൻ്റെയും നിങ്ങളുടെയും ഈ സമയം വിനിയോഗിക്കേണ്ടത് എന്ന് പ്രധാനമായി ഉണർത്തുകയാണ്. മഹാനായ പല്ലാർ കമ്മ മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം അവർ AD 1880 ജനിക്കുന്നത്. അവരെക്കുറിച്ച് കല്ലൂർ അബൂബക്കർ മുസ്ലിയാർ എന്ന പേരിൽ പ്രസിദ്ധരായ പല്ലാർ കമ്മ മുസ്ലിയാർക്ക് ശേഷം നമ്മുടെ പള്ളിയിൽ ദർസ് നടത്തിയ മഹാനായ പണ്ഡിതൻ എഴുതിയ ആ ഒരു മർദിയത്തിൽ നിന്നാണ് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ഒരു ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയുന്നത്. നമ്മുടെ കാരണവന്മാർ അഥവാ 60 വർഷങ്ങൾക്ക് മുമ്പ് ഓർമ്മയുള്ള നമ്മുടെ നാട്ടിലെ അവരോട് ബന്ധപ്പെട്ട ഒരു സമൂഹം നമ്മുടെ നാട്ടിൽ വളരെ തുലവും വിരളമാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർ. ഇവരിൽ നിന്നും കഴിഞ്ഞ ഒരു തലമുറയിൽ നിന്നും ശേഖരിച്ച അല്പം ചില വിവരങ്ങൾ മാത്രമാണ് ഈ വേദിയിൽ അവരുടെ പഠനങ്ങളുടെ ഭാഗമായി അവരുടെ ജീവിതത്തെ പ്രതിപാദിക്കുന്ന തരത്തിൽ നമുക്ക് പരാമർശിക്കാനുള്ളത്. അഥവാ സുഹദിലും അവരുടെ ജീവിതം ഇങ്ങനെ കൃത്യമായി ആവിഷ്കരിച്ചാൽ തസവ്വുഫിന്റെ മത പഠന ശാഖകളുടെ മുഴുവൻ മേഖലകളിലും അവരുടെ ഇടപെടൽ നമുക്ക് കാണാൻ കഴിയും. അവരുടെ കിതാബുകൾ, അവർ ടിപ്പണി ചെയ്ത, അവർ വിശദീകരിച്ച ഗ്രന്ഥങ്ങൾ ഇന്നും സൂക്ഷിച്ചിരിപ്പുണ്ട്. ആ ഗ്രന്ഥങ്ങളിലൊക്കെ അവർ രചിച്ച പഠനങ്ങൾ, അവർ നേടിയെടുത്ത പരിജ്ഞാനങ്ങൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അഥവാ 1880 ബഹുമാനപ്പെട്ടവരുടെ ജനനം വരുന്നത്. 1880 എന്ന് പറഞ്ഞാൽ 1886 കേരളത്തിലെ പള്ളി ദർസിന്റെ നവോത്ഥാന